ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. ഇന്ന് നമ്മൾ അങ്കണവാടിയിലാണ് പോകുന്നത്. ജനുവരി 2-ാം തീയതിയാണ്. അങ്കണവാടിയിൽ എന്ത് ഫംഗ്ഷൻ, എന്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ പറയാം. എല്ലാ കുടുംബശ്രീയുടെ കണക്ക് കൊടുക്കാനും അതുപോലെ തന്നെ ADS ഭരണസമിതിയുടെ ലാസ്റ്റ് ADS മീറ്റിംഗ് ആയിരുന്നു ജനുവരി 2-ാം തീയതി രാവിലെ 9:30 മണിക്ക് തന്നെ എല്ലാവരെയും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പം മെമ്പർ മാറിയത് കൊണ്ട് മുൻ മെമ്പറും ഇപ്പോൾ പുതിയ മെമ്പറേയും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ന്യൂ ഇയർ സെലിബ്രേഷൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജെൻഡറിൻ്റെ ക്ലാസ്സും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ജനുവരി 2-ാം തീയതി CDS മെമ്പറായ റൂബലേഖ ചേച്ചിയാണ് പുതിയ മെമ്പറെ സ്വീകരിച്ചത്. രക്ഷാധികാരിയാണ് വാർഡ് മെമ്പർ. അപ്പോൾ ഒരു കുടുംബശ്രീയിലും പറയുന്നത് ഇപ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞ പോലെ തന്നെ കൂടുമ്പോൾ ഇമ്പമുള്ളതായിരിക്കണം കുടുംബശ്രീകൾ. അപ്പൊ നിങ്ങളുടെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം എല്ലാവരും ഒന്നിച്ചിട്ട് ഇപ്പോൾ നിങ്ങളെ മുദ്രഗീതം തന്നെ കേട്ടല്ലോ, ഒരുമിച്ച് ഉണരാം ഒരുമിച്ച് ഉയരാം എന്ന് പറയുന്ന പോലെ ഒറ്റക്കെട്ടായി ഇപ്പോൾ ഒരു നാടിന്റെ പില്ലർ എന്ന് പറയുന്നത് കുടുംബശ്രീകളാണ്. മുമ്പത്തെ കാലത്തൊക്കെ ഒരു സ്ത്രീകൾക്ക് ഈ മുൻപന്തിയിലോട്ടേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ മുസ്ലിം സ്ത്രീകൾ ആരും സമൂഹത്തിലേക്ക് മുൻപന്തിയിലേക്ക് വരാറില്ല. ഇപ്പൊ ഏത് ഭാഗത്ത് നോക്കിയാലും സ്ത്രീകളാണ്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ റിസർവേഷൻ ഉണ്ടായത്. പുതിയ മെമ്പർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. സത്യമാണ്, ഇസ്ലാമിക കുട്ടികൾ പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കുറവായിരുന്നു, വളരെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഇവർ തന്നെ കണ്ടില്ലേ, ഇവർ ഇസ്ലാമിക മതത്തിലുള്ളവരല്ലേ, ഇവർ തന്നെ നമ്മളെ മെമ്പറാണ്. അതൊക്കെ ഒരു നല്ല ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇത് ഞാൻ ഇങ്ങനെ മതം എടുത്ത് പറയുന്നതല്ല, അതങ്ങനെ പറയാൻ കാരണം പണ്ടും ഇപ്പോഴും എത്ര നമുക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കരുത്. ഇതൊക്കെ നമ്മളെ മുൻ വാർഡ് മെമ്പറും എത്തിയിട്ടുണ്ടായിരുന്നു. അവരെയും സ്വീകരിച്ചു. അവരെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ഒരുപാട് കുറേ ആൾക്കാർക്ക് ഇല്ലാത്തവർക്കെല്ലാം അത്രയും സഹായിച്ചിട്ടുണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ. അതുപോലെ തന്നെ പുതിയ മെമ്പറും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ പഴയ വാർഡ് മെമ്പറെ മുൻ വാർഡ് മെമ്പറെ സ്നേഹത്തോടെ ഇവരെ സ്വീകരിച്ച ശേഷം ജെൻഡർ ക്ലാസ്സും ഉണ്ടായിരുന്നു. ജെൻഡർ ക്ലാസ്സും ശരിക്കും നല്ല ക്ലാസ് ആയിരുന്നു. അതായത് നമുക്ക് എമർജൻസി സമയത്ത് എന്തൊക്കെ ഏത് നമ്പറൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യണം എന്നുണ്ടോ. മകൾ കാലം മാറിയ അമ്മേ, 17-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത അപകാരം 10-ൽ കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നിടത്ത് അവർക്ക് എന്തെങ്കിലും അതിക്രമങ്ങൾ നേരിട്ടേണ്ടി വന്നെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു നിയമം നടപ്പിൽ വന്നിട്ടുണ്ട്. IC എന്നാണ് അതിനെ പറയുന്നത്, ഇന്റേണൽ കമ്മിറ്റി. താഴ്ത്തട്ടിലുള്ളവരാണെങ്കിൽ 2-3 ആൾക്കാരുള്ളടുത്ത് LC എന്ന് പറയും, ലോക്കൽ കമ്മിറ്റി. അത് 2013 വന്ന പോഷ് ആക്ട് പ്രകാരം നിലവിൽ വന്ന നിയമമാണ്. അത് എവിടെ പോയാലും നിങ്ങൾക്ക് എന്തെങ്കിലും അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നാലും പണ്ടത്തെ പോലെ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് ചെറിയ പിള്ളേരെ പോലെ നമുക്ക് കളിക്കാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു ചിരിക്കാനും നല്ല അവസരം ഉണ്ടായിരുന്നു. ഇപ്പം ചിരിക്കാൻ മറന്നുപോയ ആൾക്കാരും കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമായിരുന്നു. മെമ്പറല്ല ഞാനിപ്പോ മുൻ മെമ്പറാണ്. പഴയ മെമ്പർ എന്നുള്ളത് ഒഴിവാക്കണം. മുൻ മെമ്പർ ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം എന്താ വെച്ചാല് ഇനിയിപ്പോ പുതിയ ADS വരണം, പിന്നെ പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. എങ്ങനെയുണ്ടായ കുടുംബശ്രീനെയാണ് ഇങ്ങനെയാണ് കുടുംബശ്രീ മീറ്റിങ്ങിന് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻ ആക്കാൻ വിചാരിച്ചിട്ട് കേക്കൊക്കെ കട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുടുംബശ്രീയിൽ ഒരാൾ ഉണ്ടാക്കുന്ന കേക്കാണ്. അതും ഇങ്ങനെ കട്ടാക്കുന്ന ഈ സന്ദർഭത്തിൽ കട്ടാക്കുന്നത് വളരെ സന്തോഷമാണ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ന്യൂ ഇയർ സെലിബ്രേഷന് കേക്ക് കട്ടാക്കി. കട്ടാക്കിയ ശേഷം എല്ലാവർക്കും തന്നെ ഷെയറാക്കി കൊടുത്തു.
എല്ലാവർക്കും മെമ്പർ കുറച്ച് കുട്ടികൾക്കെല്ലാം ഇങ്ങനെ വായിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് റൂബേച്ചി എന്ന് പറയണമെങ്കിൽ റൂബേച്ചി നമ്മളെ CDS മെമ്പറാണ്. നമ്മളെ വാർഡിൽ നല്ല കുറേ അവർക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി എന്ന് പറയാം. ഇനി ആരടുത്ത് വരുന്നതെന്ന് അറിയുന്നില്ല. എല്ലാം ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അതിൽ ഒരു ചെറിയ ഒരു സങ്കടം ഒളിച്ചിരിപ്പുണ്ട്. പുതിയ മെമ്പർ വന്നതിൽ സന്തോഷം, പഴയ മെമ്പർ പോയത് കുറച്ച് ഒരു വിഷമം. അതുപോലെ തന്നെയാണ് ഈ റൂബേച്ചിൻ്റെ കാര്യവും. അപ്പം ഇനി അടുത്തത് പുതിയ CDS മെമ്പറാണ് തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരാണ് മുൻ മെമ്പറായിട്ട് ഉണ്ടായിരുന്നത്. ഇത് ഇപ്പോഴത്തെ മെമ്പറാണ്. അപ്പോൾ രണ്ടാളുടെ ഒപ്പം അത് റൂബേച്ചിൻ്റെ ഒപ്പം കൂടി നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. ഇതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ കാരണം നമ്മളെല്ലാവരും മെമ്പറായിക്കോട്ടെ, അതുപോലെ CDS മെമ്പറായിക്കോട്ടെ, വാർഡ് മെമ്പറായിക്കോട്ടെ, അല്ലെങ്കിൽ ചുറ്റുപാട് ഉള്ളവർക്കായിക്കോട്ടെ, എല്ലാവരും ഒരു ഒത്തൊരുമ, ഒരു ഫ്രണ്ട്സ് രീതിയിൽ ഒരു കാര്യം കൊണ്ടുപോകുമ്പോഴാണ് അത് സക്സസ് ആവുക. അത് എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് നമ്മളെ സന്തോഷം നിങ്ങളോട് പങ്കുവെച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായം കൂടി മറക്കാതെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്